വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയാലോ? യൂട്യൂബിലൊക്കെ ഒരുപാട് റെസിപ്പീസ് ഈ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുന്നതിനെ പറ്റി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കൃത്യമായിട്ട് എന്ത് ചേർക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗോതമ്പ് മിക്സ് ചെയ്യേണ്ടത്, ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ടും എങ്ങനെയാണ് മിക്സ് ചെയ്ത് പൊറോട്ടയുടെ പാകത്തിനാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ആദ്യമേ കുറച്ച് പാല് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇടുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആരും വിട്ടുപോകരുത്. പാല് ചൂടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കണം. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് എടുക്കാം. ഇവിടെ ഞാൻ എത്രമാത്രം മാവ് എടുക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഒരു 10ഓളം പൊറോട്ട ഉണ്ടാക്കാൻ പാകത്തിനാണ് ഇവിടെ നമ്മൾ മാവെടുക്കുന്നത്. ഇനി നമ്മൾ ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ മാവിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം കോക്കനട്ട് ഓയിൽ അല്ലാത്ത മറ്റെന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കലും. സൺഫ്ലവറോ ഇനി അഥവാ നെയ്യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ പാം ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണ്ട. ഇനി അതിലേക്ക് നമ്മളൊരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കാണേണ്ടത് നമ്മുടെ മാവ് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടതെന്ന്. ഈ മിക്സിങ്ങിലാണ് നമ്മുടെ പൊറോട്ടയുടെ എല്ലാ സീക്രട്ടും ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പുട്ടിന് മിക്സ് ചെയ്യും പോലെ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് മൊത്തമായിട്ടും ഈ വീഡിയോയിൽ ഞാൻ വെക്കുന്നുണ്ട്. ഏതാണ്ട് 10 പൊറോട്ടയ്ക്ക് നമ്മൾ ഒരു മുട്ടയാണ് ഇതിൽ ചേർത്തത്. നമ്മളിപ്പോൾ ചെറുതായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, പുട്ടിന് മാവ് കുഴയ്ക്കും പോലെ. ഇനി നമ്മൾ കുറച്ച് പാലാണ് ഇതിനകത്തേക്ക് ചേർത്തത്. ഒരുമിച്ച് ആരും പാലൊഴിച്ച് മിക്സ് ചെയ്യലും, കുറച്ച് കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ ആ ഒരു സോഫ്റ്റ് ആയിട്ട് ആ ഒരു പാകത്തിലേക്ക് എത്തത്തുള്ളൂ. നമ്മുടെ വീറ്റ് പൊറോട്ടയിലെ ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു മിക്സിങ്. നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയാൽ തന്നെ പൊറോട്ടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ്നെസ് കിട്ടും. നമ്മുടെ സാധാരണ മൈദ പൊറോട്ടയെക്കാളും വളരെ ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൂ പോലെ ഇരിക്കും. അത്രയും സോഫ്റ്റ് ആവുന്നത് ഈ ഒരു മിക്സിങ്ങിലൂടെയാണ്. ഈ മിക്സിങ്ങിലാണ് ഈ ഒരു പൊറോട്ടയുടെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ മിക്സിങ് നല്ലപോലെ ശ്രദ്ധിച്ച് കാണണം. ഇനി നമ്മൾ കുറച്ചും കൂടെ പാല് ഈ ഒരു മിക്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആരും ചാടിക്കയറി ഒരുപാട് പാലൊന്നും എടുത്ത് ഒഴിക്കലും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വെറുതെ പാല് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്ത പാലാണ്. നന്നായിട്ട് നല്ല ഇടിച്ച് നല്ല മയത്തിന് നമ്മൾ ഇതിനൊരു മാവ് പാകപ്പെടുത്തിയെടുക്കണം. ആരും ധൃതിയൊന്നും കാണിക്കലും. ഒരു 5 മിനിറ്റോളം നമുക്ക് എടുക്കും ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇവിടെ നമ്മൾ വിരലും കൈയുടെ ഉൾവശവും വെച്ച് നല്ല ശക്തമായിട്ടാണ് ഈ മാവിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം ഒന്ന് പാകമായി വരുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് പാല്, ഒരുപാട് ആരും ഒഴിക്കലും, കുറച്ച് പാലൊഴിച്ച് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ നല്ലൊരു പ്രഷർ കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സിങ് പല വീഡിയോസിലും കാണിക്കാറില്ല, പക്ഷേ ഈ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്.
നമ്മളിങ്ങനെ ഓരോ സ്റ്റേജായിട്ട് പാല് കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വളരെ നന്നായിട്ട് നമ്മൾ ഇതേ കണക്ക് നല്ല ശക്തമായിട്ട് മാവിനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മാവ് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ പണിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പാലൊഴിക്കാം. ഇതൊന്നും കൂടെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് നമുക്ക് ഇടിച്ചമർത്താം. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ പാലൊഴിച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഇതിനൊക്കെ ഇടിച്ച് മടക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ തൊടുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ലപോലെ ഒരു പതപതപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് തടവി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ ആ പാല് ചേർത്ത പോലെ തന്നെ അകത്തേക്ക് മടക്കി ഫോൾഡ് ചെയ്ത് ഇത് ഇപ്പം നമ്മൾ ഓയിലിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കോക്കനട്ട് ഓയിലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ട. ഇത്രയും സ്റ്റെപ്പുണ്ട് നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കുന്നതിൽ. ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി വെറുതെ കുറച്ച് പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാവ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് മൊത്തത്തിൽ കിട്ടത്തുള്ളൂ. കണ്ടല്ലോ, ഇപ്പം നമ്മളിത് ഉരുട്ടി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് സെറ്റായി നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ പുറത്തെല്ലാം നല്ലപോലെ ഓയിൽ തേച്ച് നമുക്കിനി ഒരു 15 മിനിറ്റ്, മിനിമം 15 15 കൂടുതൽ വെച്ചാലും ഒരു കുഴപ്പവുമില്ല. ഒരു മിനിമം 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇതേ മാവ് മൊത്തം നമ്മുടെ ഓയിലെല്ലാം തേച്ച് നല്ല അടിപൊളിയാക്കി നല്ല കുട്ടപ്പനാക്കി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കൊരു മൂടി വെച്ച് അങ്ങ് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഒരു 15 മിനിറ്റിന് ശേഷമായിരിക്കും ഇതിനെ എടുത്തിട്ട് മാവൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ട, നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 20 മിനിറ്റാണ് റെസ്റ്റിന് വെച്ചത്. അതിനുശേഷമുള്ള നമ്മുടെ ഒരു മാവിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അത്രമാത്രം നമ്മുടെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാവിനെ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിനൊന്ന് ബോളാക്കാൻ പോകുന്നത്. ഈ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാനൈറ്റിൻ്റെ പുറത്ത് വെച്ചായാലും ചെയ്താൽ മതി. കണ്ടോ, ഇനിയിപ്പം നമ്മൾ
ഓരോന്നായിട്ട് ബോൾസ് ആക്കുന്നുണ്ട്. ഒരു ബോൾ ഏകദേശം നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാൻ പരുവത്തിനാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഇവിടെ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ബോൾ എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെയൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഒരു സ്റ്റെപ്പ് പോലും ഞാനിവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് നല്ല ഓയിലൊക്കെ തേച്ച് അങ്ങോട്ട് പരത്തിയെടുത്തതിന് ശേഷം, ഇതിപ്പോൾ 2 പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മളിവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്രയും വലിയ സൈസ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. കണ്ടല്ലോ, കുറച്ച് ഓയിൽ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഓയിൽ തേച്ചാൽ മതി. നമ്മളെ മാവ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ഓവറായിട്ട് ഓയിൽ ഇടണ്ട. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ചുരുട്ടി കൊണ്ടുവരണം. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ചുരുട്ടി വെച്ചേക്കുന്നതിനെ ഒന്ന് പ്രസ് ചെയ്ത് താത്തണം. കണ്ടല്ലോ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആ ചുരുട്ടി വെച്ചിരുന്ന സാധനം വീണ്ടും ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ ചുരുട്ടിയെടുത്ത ശേഷം നമുക്കിതുപോലെ കിട്ടും. 2 രീതിയിലും ഒരേ സമയം തന്നെ നമ്മൾ ഇതിനെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലൊരു ബോൾ കിട്ടും. ആ ബോളിനെ ഇതേ കണക്ക് നിർത്തിക്കൊണ്ട് വേണം കീറിയെടുക്കാനായിട്ട്. 2 ബോളാക്കണം. ഈ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളണം. ഇങ്ങനെ വേണം കീറിയെടുക്കാനായിട്ട്, നിർത്തിക്കൊണ്ട്, അല്ലാതെ കിടത്തിക്കൊണ്ട മാവിനെ ആരും കീറരുത്. ആ ഒരു മാവിനെ ഇതുപോലെ 2 പീസാക്കി എടുക്കണം. അപ്പം നമുക്കിവിടെ 2 പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് സെറ്റായിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഒന്നും കൂടെ നോക്കി വെച്ചോളണം, ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പൊറോട്ടയുടെ ലെയറൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് ഇതേ കണക്കൊന്ന് പരത്തിയെടുക്കണം. ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് പരത്തിയെടുത്ത് നമുക്ക് ആ ചുട്ടെടുത്താൽ മാത്രം മതി. ഇതേ കണ്ടല്ലോ, ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു ലെയറൊക്കെ നല്ലപോലെ നമുക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ മാവ് മിക്സ് ചെയ്ത് എത്രത്തോളം സോഫ്റ്റ് ആക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു പൊറോട്ട കിട്ടത്തുള്ളൂ. നമ്മുടെ ആ ഒരു മാവ് മിക്സിങ്ങിലാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നമുക്ക് നമ്മുടെ ദേശീയ പാൻ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതിലാണ് സ്ഥിരമായിട്ട് ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നേരെ എണ്ണയൊന്നും ഒഴിക്കേണ്ട, നേരെ ഈ ഒരു സാധനം കല്ലിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് പൊറോട്ട സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലോട്ടൊരു വീറ്റ് പൊറോട്ട ഇല്ല, നിങ്ങൾ ഇനി എവിടെ വേണോ തപ്പി നോക്കിക്കോ. ഇതിന് മുകളിലോട്ട് ഇനി ഇതിനെ സോഫ്റ്റ് ആക്കാൻ പറ്റത്തില്ല, അത്രത്തോളം സോഫ്റ്റാണ്. നമ്മുടെ പൂവിൻ്റെ ഇതള് പോലെ ഇങ്ങനെ പിന്നി വരും. ഇപ്പം നമ്മുടെ പൊറോട്ട ഏകദേശം ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട്.
നമ്മുടെ സാധാരണ മൈദ പൊറോട്ട അപേക്ഷിച്ച് ഇത് ഭയങ്കര ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഡെയിലി ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയാണെങ്കിൽ ഒന്ന് മൈദയാണ്, രണ്ട് അതിൽ ഓവറായിട്ട് ഓയിൽ ഉപയോഗിക്കും. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഡെയിലി നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ പൊറോട്ട ഏകദേശം നല്ലപോലെ സെറ്റായി വരുന്നുണ്ട്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് ആ ലെയർ എല്ലാം അറിയാൻ പറ്റും. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മൈദ പൊറോട്ട പോലെ തന്നെയുണ്ട് ഇത് കാണാനും. ഇവിടെ നമ്മുടെ പൊറോട്ട സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മൈദ പൊറോട്ട പോലെ വാരി പറക്കിയിട്ട് അടിക്കാനൊന്നും നിൽക്കില്ല. അങ്ങനെ അടിച്ചത് പൊടിഞ്ഞു പോകും, കാരണം അത് അത്രയും സോഫ്റ്റാണ്. ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ തന്നെ ആ ലെയർ കണ്ടില്ലേ, ഇങ്ങനെ ഇളവി കയ്യിൽ വന്നോളും. ഇതാ കണ്ടല്ലോ, നമ്മുടെ സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ വലിയ ഒരു പരിപാടിയില്ല. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മിക്സിങ്ങിൽ മാത്രമാണ്. അത് ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പച്ച മാറ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് പ്രൊഡക്ട്സിൽ ഇട്ടേക്കാം, ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഏതാണ്ട് ഒരു 1.5 വർഷം കൊണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. നല്ല അടിപൊളി സാധനമാണ്. ഒരു കാര്യം പോലും വിടാതെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനെ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിക്കോളും. കാരണം സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി വീറ്റ് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.